യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. നിന്റെ രോഗങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ, അസ്വസ്ഥതകൾ നിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ ശരീരത്തിൽ നിന്ന്, ശരീര അവയവങ്ങളിൽ നിന്ന് മാറ്റിത്തരാനായിട്ട് യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ആ ശക്തിയിലൂടെ ലഭിച്ചതായ ചില അടയാളങ്ങളാണ്, സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അടുത്തതാണ് ദൈവത്തിന്റെ സ്നേഹം നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. ഇത് നീ എഴുതി അടിവരയിട്ടിട്ട് അടുത്ത് എഴുതിക്കോ. 1, ദൈവത്തിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളെയും കഴുകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളെയും കഴുകുന്നു. 2, ദൈവത്തിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ എല്ലാ വേദനകളെയും കഴുകുന്നു. ദൈവത്തിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ എല്ലാ വേദനകളെയും കഴുകുന്നു. ഹല്ലേലൂയ. നാളുകളായി ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചതിന്റെ, പരാജയം സംഭവിച്ചതിന്റെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ, ഇങ്ങനെ വിട്ടുമാറാത്ത ദുഃഖവും വേദനയും നൊമ്പരവും ഒക്കെ ഉള്ളിൽ പേറുന്ന വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ഒഴുകുമ്പോൾ കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ ദുഃഖങ്ങളെല്ലാം കഴുകും. ദൈവത്തിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ വേദനകളെല്ലാം കഴുകും. ദൈവത്തിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ ദുഃഖങ്ങളെയും വേദനകളെല്ലാം കഴുകുമ്പോൾ ആ ദുഃഖങ്ങളെല്ലാം ഞാൻ സന്തോഷമാക്കി മാറ്റും. ഹല്ലേലൂയ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനം 20-ാം വചനത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ദുഃഖമെല്ലാം സന്തോഷമായി മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളുകളായി വിട്ടുമാറാത്ത ദുഃഖം, ഓർത്തോർത്തുള്ള ദുഃഖം ഉള്ളവരൊക്കെ 2 കാര്യം ഉയർത്തിപ്പിടിച്ച്. നഷ്ടം സംഭവിച്ചതിൻ്റെ ആയിരിക്കാം, പരാജയം സംഭവിച്ചതിൻ്റെ ആയിരിക്കാം, അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലായിരിക്കാം, കടബാധ്യം മൂലമായിരിക്കാം, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ മരണം മൂലമായിരിക്കാം. ഇങ്ങനെ ഓർത്തോർത്തുള്ള ദുഃഖം, വിട്ടുമാറാത്ത ദുഃഖം, ഓർത്തോർത്തുള്ള ദുഃഖം, വിട്ടുമാറാത്ത ദുഃഖം ഉള്ളവർ 2 കാര്യം ഉയർത്തിപ്പിടിച്ചോ. ഓർത്തോർത്തുള്ള ദുഃഖം, വിട്ടുമാറാത്ത ദുഃഖം, ഓർത്തോർത്തുള്ള വേദന, വിട്ടുമാറാത്ത വേദന, ഉള്ളിൽ നാളുകളായിട്ട് കെട്ടിക്കിടക്കുന്ന ദുഃഖവും വേദനയും, ഇത് മുഴുവൻ ദൈവത്തിന്റെ സ്നേഹം കഴുകുന്നു. നീ ആഗ്രഹിക്കണം, ദൈവമേ അങ്ങയുടെ സ്നേഹത്താൽ എന്റെ ദുഃഖത്തെ കഴുകണമേ, എന്റെ വേദനയെ കഴുകണമേ. ആഗ്രഹിച്ച് അധരം തുറന്ന് വിളിച്ചോ, എല്ലാവരും വിളിച്ചോ, ഈശോയേ, ഈശോയേ, നിന്റെ സ്നേഹം നാളുകളായി വിട്ടുമാറാത്ത ദുഃഖവും വിട്ടുമാറാത്ത വേദനയുമായി കഴിയുന്ന ഈ മക്കളുടെ മനസ്സിന്റെ ദുഃഖത്തെ, മനസ്സിന്റെ വേദനയെ നീ ഇപ്പോൾ കഴുകണമേ ഈശോയേ. നിന്റെ സ്നേഹം കൊണ്ട് കഴുകണമേ ഈശോയേ. വിട്ടുമാറാത്ത ദുഃഖങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്താൽ കഴുകപ്പെടട്ടെ. വിട്ടുമാറാത്ത മനസ്സിന്റെ വേദന ദൈവത്തിന്റെ സ്നേഹത്താൽ കഴുകപ്പെടട്ടെ. ആഗ്രഹത്തോടെ വിളിച്ചോ, ഈശോയേ. നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. എന്നിട്ട് 3-ാമത്തെ കാര്യം എഴുതി വെക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ മുറിവുകളെല്ലാം കഴുകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിൻ്റെ മുറിവുകളെല്ലാം കഴുകുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വൈകല്യങ്ങളുണ്ട്, അപാകതകളുണ്ട്, പോരായ്മകളുണ്ട്. ഈ സ്വഭാവ വൈകല്യത്തിൻ്റെ എല്ലാം പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഏതോ നാളുകളിൽ മനസ്സിനേറ്റ മുറിവാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ ദൈവത്തിൻ്റെ സ്നേഹം കഴുകുമ്പോൾ ആ മനസ്സിൻ്റെ മുറിവുകളെ കഴുകുന്ന ദൈവസ്നേഹം എൻ്റെ സ്വഭാവത്തിലെ വൈകല്യം മാറ്റിത്തരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാന് മദ്യപിക്കരുത് എന്ന് വിചാരിക്കുന്നു, പക്ഷേ ഞാൻ മദ്യപിച്ചു പോവുകയാണ്. മദ്യപിക്കരുത് എന്ന് വിചാരിച്ചിട്ട് വീണ്ടും മദ്യപിച്ച് പോകുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം ഏതോ നാളിൽ മനസ്സിനേറ്റ മുറിവാണ്. എനിക്ക് പിടിവാശി, എൻ്റെ ജീവിതത്തെ, എൻ്റെ പല കാര്യങ്ങളെയും തകർക്കുന്നതിൻ്റെ പിന്നിലെ കാരണം ഈ പിടിവാശിയാണ്. ഞാൻ അറിയാതെ പിടിച്ചു പോവുക. ഈ പിടിവാശിയുടെ പിന്നിൽ ഏതോ നാളിൽ സംഭവിച്ച മനസ്സിൻ്റെ ഒരു മുറിവുണ്ട്. അപ്പം എന്താ, ദൈവത്തിന് സ്നേഹം മനസ്സിൻ്റെ ആ മുറിവുകൾ കഴുകുമ്പോൾ ഈ പിടിവാശി എന്ന സ്വഭാവ വൈകല്യം മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില തെറ്റായ ബന്ധങ്ങളിലേക്ക്, തെറ്റായ ശീലങ്ങളിലേക്ക്, തെറ്റായ പ്രവണതകളിലേക്ക്, തെറ്റായ വഴികളിലേക്ക് എല്ലാം പോകുന്നതിൻ്റെ പിന്നിൽ ഏതോ നാളുകളിൽ സംഭവിച്ച മനസ്സിൻ്റെ മുറിവുണ്ട്. ഈ മനസ്സിൻ്റെ മുറിവാണ് ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക്, തെറ്റുകളിലേക്ക്, തെറ്റായ ശീലങ്ങളിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ പറയണേ, മനസ്സിൻ്റെ മുറിവുകളെ ദൈവത്തിൻ്റെ സ്നേഹം കഴുകുമ്പോൾ
ആ കഴുകുന്ന ദൈവസ്നേഹം നിന്റെ സ്വഭാവത്തിലെ വൈകല്യങ്ങളെ മാറ്റിത്തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തത്, ദൈവത്തിന്റെ സ്നേഹം നിന്റെ എല്ലാ രോഗങ്ങളെയും കഴുകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം നിന്റെ എല്ലാ ശാരീരിക രോഗങ്ങളെയും കഴുകുന്നു. ശാരീരിക രോഗങ്ങളെ ദൈവത്തിന്റെ സ്നേഹം കഴുകുമ്പോഴാണ് ശരീരത്തിൽ ആരോഗ്യമായി സൗഖ്യമായി അനുഭവപ്പെടുന്നത്. ഹല്ലേലൂയ. 5, ദൈവത്തിന്റെ സ്നേഹം നിന്റെ എല്ലാ പാപങ്ങളെയും കഴുകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ ദുഃഖത്തെ കഴുകും, മനസ്സിന്റെ വേദനയെ കഴുകും, മനസ്സിന്റെ മുറിവുകളെ കഴുകും, ശാരീരിക രോഗങ്ങളെ കഴുകും, ജീവിതത്തിലെല്ലാ പാപങ്ങളെ കഴുകും. അങ്ങനെ കഴുകി നിന്നെ ദൈവത്തിന്റെ സ്നേഹം ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. പറയൊരു ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച നല്ല ശബ്ദത്തിൽ നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. സ്നേഹമുള്ളവര്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞാൻ ആ സഹോദരിയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ വലത് കൈ നീട്ടി. അപ്പോൾ ആ സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ, ഞാൻ മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ കൈ മുകളോട്ട് വലിച്ചു. എന്നിട്ട് ഞാൻ ആ സഹോദരി ചോദിച്ചു, മോളെ, നീ മരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണം എന്ന് നീ പറയാൻ എന്താ കാരണം? എന്താ കാരണം ചോദിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവളുടെ 2 കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ധാരധാര ഒഴുകുക. ഞാൻ ആ സഹോദരിയെ സാന്ത്വനപ്പെടുത്തി ആശ്വസിപ്പിച്ചു, എൻ്റെ മുറിയിലെ കസേര ഇരുത്തി. എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു, മോളെ, നീ മരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണം എന്ന് നീ പറയാൻ എന്താ കാരണം? എന്താ കാരണം ചോദിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറയാണ്, അച്ഛാ, ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ സഹോദരങ്ങൾ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇങ്ങനെ ആരുടെയും സ്നേഹം കിട്ടാതെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ മരിക്കുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇത് ഒരു സഹോദരിയുടെ മാത്രം ചിന്തയല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം ഓരോ ദിവസവും നമ്മുടെ കുടുംബത്തിൽ കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടും കൂടിക്കൂടി വരികയാണ്. ആണോ അല്ലയോ? അതെ, ആണോ അല്ലയോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനും നിങ്ങളും സാക്ഷികളാണ്. എങ്ങനെ സാക്ഷികളാണ്? അതായത്, എൻ്റെ അപ്പൻ എന്നെ എന്തോരം സ്നേഹിച്ചാലും, എൻ്റെ അമ്മ എന്നെ എന്തോരം സ്നേഹിച്ചാലും, എൻ്റെ ജീവിത പങ്കാളി എന്നെ എന്തോരം സ്നേഹിച്ചാലും, എൻ്റെ മക്കൾ എന്നെ എന്തോരം സ്നേഹിച്ചാലും, ഈ ലോകത്തിലെ ഏത് മനുഷ്യ വ്യക്തികൾ നിന്നെ എന്തോരം സ്നേഹിച്ചാലും ഒരിക്കലും നിന്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. മനുഷ്യ വ്യക്തികളുടെ സ്നേഹം കൊണ്ട് ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോട്ട് ബുക്കിൽ എഴുതി വെക്ക്, ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കണം. എന്താണെന്നറിയോ? മനുഷ്യ വ്യക്തികളുടെ സ്നേഹം കൊണ്ട് ഒരിക്കലും എൻ്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. മനുഷ്യ വ്യക്തികളുടെ സ്നേഹം കൊണ്ട് ഒരിക്കലും എൻ്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുതരും, എൻ്റെയും നിങ്ങളുടെയും. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുത്, മനുഷ്യ വ്യക്തികളുടെ മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മനുഷ്യ വ്യക്തിയുടെ മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിനാലാണ് മനുഷ്യ വ്യക്തികളുടെ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യ വ്യക്തികളുടെ സ്നേഹം കൊണ്ടല്ല എൻ്റെ മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യുത ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഒരിക്കലും മനുഷ്യ വ്യക്തികളുടെ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതായത് എന്നെങ്കിലും നിൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി, അമ്മയുടെ മുഖത്ത് നോക്കി, ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി, ഭാര്യയുടെ മുഖത്ത് നോക്കി, ഏതെങ്കിലും മനുഷ്യ വ്യക്തിയുടെ മുഖത്ത് നോക്കി, ചേട്ടാ, അപ്പച്ച, അമ്മച്ചി, എന്നെ എന്തോരം സ്നേഹിക്കണേ, എന്നെ സ്നേഹിച്ചത് മതി എന്ന് എന്നെങ്കിലും പറഞ്ഞിട്ടുള്ളവരൊന്ന് കൈയുയർത്തിക്കേ. എന്നെങ്കിലും പറഞ്ഞിട്ടുള്ളവർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ അപ്പൻ സ്നേഹിക്കാത്തതുകൊണ്ടാണോ? പറ. അമ്മ സ്നേഹിക്കാത്തതുകൊണ്ടാണോ? അല്ല. ഭർത്താവ് സ്നേഹിക്കാത്തതുകൊണ്ടാണോ? അല്ല. ഭാര്യ സ്നേഹിക്കാത്തതുകൊണ്ടാണോ? അല്ല. പിന്നെന്താ?
മതിയെന്ന് പറയാത്ത എന്താ? മതിയെന്ന് പറയാത്തത് മനുഷ്യ വ്യക്തികളുടെ സ്നേഹം എന്തോരം കിട്ടിയാലും എൻ്റെ മനസ്സിന് നിറയ്ക്കാൻ പറ്റിയല്ല. നിറയ്ക്കാൻ പറ്റുന്ന സ്നേഹം ആ മനസ്സിനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്നേഹം മാത്രമാണ്. ഒരിക്കൽ ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2 പേര് കൈയുയർത്തി. എനിക്ക് സന്തോഷമായി. അടുത്ത പ്രാവശ്യം ഈ വ്യക്തിയുടെ ഇവരെ കൊണ്ട് സാക്ഷ്യം പറയിക്കണം എന്ന് വിചാരിച്ച് ആദ്യത്തെ ആൾ ചോദിച്ചപ്പോഴുണ്ടല്ലോ, എന്താണെന്നറിയാമോ, ഞാൻ ചോദിച്ച സമയത്ത് ഇരുന്ന് ഉറങ്ങുക ചെയ്തത്. അപ്പോൾ എന്താന്ന് കേട്ടില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ, ഹല്ലേലൂയ പറയിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വെച്ചിട്ട് പെട്ടെന്ന് കൈ ഉയർത്തിയത്. അതാണ് ആദ്യത്തെ ആളുടെ സ്ഥിതി. രണ്ടാമത്തെ ആളെന്താണെന്നറിയോ കൈ ഉയർത്തിയത്? അയാൾക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. ചെവി കേൾക്കാത്തതുകൊണ്ട് ഒരു മുഴക്കം പോലെ തോന്നി. അപ്പം ഹല്ലേലൂയ പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ച് കൈ ഉയർത്തിയത്. ഇങ്ങനെ ഞാൻ ഈ കാര്യം എവിടെയെല്ലാം ചോദിച്ചിട്ടുണ്ടോ, ചോദിച്ചിട്ട് ആകെ ഇങ്ങനെയുള്ള 2 പേരെ കൈ ഉയർത്തിയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാവോ? നമുക്കൊക്കെ ഒരു ബോധ്യം വേണം, ഒരു ഉറപ്പ് വേണം. അതായത് നമ്മുടെ ആരുടെയും മനസ്സിനെ മനുഷ്യ വ്യക്തിയുടെ മനസ്സുകൊണ്ട്, സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ പറ്റിയല്ല. നിറയ്ക്കാൻ പറ്റിയല്ല എന്നറിഞ്ഞാലേ നമ്മുടെ മനസ്സെപ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി തുറക്കുള്ളൂ. ഇപ്പൊ കുടുംബജീവിതം നയിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യ മനസ്സിലാക്കണം, എൻ്റെ ഭർത്താവ് എന്തോരം സ്നേഹിച്ചാലും ഒരിക്കലും ഭർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഭാര്യയായ എൻ്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ ഭർത്താവിൽ നിന്ന് എത്ര സ്നേഹം കിട്ടുമോ, ഇപ്പം ഈ ഭർത്താവിൻ്റെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, ഭാര്യയുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. അതായത് ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ കുറച്ച് കിട്ടും. അപ്പോൾ ഏറ്റക്കുറച്ചിലുള്ള സ്നേഹമാണ് മനുഷ്യ വ്യക്തിയുടെ. അപ്പം ഈ ഭാര്യ എന്ന് മനസ്സിലാക്കും, ഇന്ന് എനിക്ക് എൻ്റെ ഭർത്താവ് 75% തന്നു, അപ്പം ബാക്കി 25 എവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കല്ല ഭാര്യ ചെയ്യേണ്ടത്. എന്നറിയോ, ബുദ്ധിയുള്ള ഭാര്യ ഇങ്ങനെ തിരിച്ചറിയണം, ഇന്ന് എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് 75% സ്നേഹം കിട്ടിയെങ്കിൽ ഈ കുറഞ്ഞു പോയ 25% ഈ ഭർത്താവിനെ എനിക്ക് തന്ന കർത്താവ് തരും. അപ്പം എത്രയായി? ഭർത്താവിൽ നിന്ന് 75 കിട്ടിയത് ഉടനെ തന്നെ ഭാര്യ അന്ന് തന്നെ കുറവുള്ള 75 ഭർത്താവിനെ തന്ന കർത്താവിൽ നിറച്ചു. അപ്പോൾ ആ ഭാര്യയുടെ മനസ്സ് ഭർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എന്തോരായി? 100ആയി. അപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഭാര്യയുടെ മനസ്സ് ആ ദിവസം നിറഞ്ഞു. ഇനി വീണ്ടും അടുത്ത ദിവസം വന്നപ്പോൾ 75 എന്നുള്ളത് 50ആയി. അപ്പം എന്തോരം കുറവുണ്ട്? വീണ്ടും 50 കുറവുണ്ട്. ആരിൽ നിന്ന് 50 മേടിക്കും? ഈ 50 ഈ ഭർത്താവിനെ തന്ന കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ഭർത്താക്കന്മാരെന്ത് ചെയ്യണം? നിന്റെ ഭാര്യ എന്തോരം വിചാരിച്ചാലും ഭാര്യയുടെ സ്നേഹം കൊണ്ട് നിന്റെ മനസ്സിന് നിറയ്ക്കാൻ പറ്റിയല്ല. അതിനാൽ ഭാര്യയിൽ നിന്ന് എന്തോരം കിട്ടുന്നോ ആ കിട്ടിയിട്ട് കുറവ് വരുന്നത് മുഴുവൻ ഓരോ ദിവസവും ഭാര്യനെ തന്ന കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഭർത്താവ് നിറയ്ക്കാൻ പഠിച്ചാൽ എന്നും ഈ ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹത്തിന്റെ നിറവിൽ ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ അപ്പനും അമ്മയും മക്കളും ഇതുപോലെ മനുഷ്യ വ്യക്തികൾ നിന്ന് ആഗ്രഹിച്ചിട്ട് കുറഞ്ഞു പോകുന്നത് വേറെ മനുഷ്യ വ്യക്തിയിൽ അന്വേഷിച്ച കിട്ടിയല്ല. മനുഷ്യ വ്യക്തികളിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിച്ചിട്ട് കുറഞ്ഞു പോകുന്നത് വേറൊരു മനുഷ്യ വ്യക്തിക്ക് തരാൻ പറ്റിയല്ല. കുറഞ്ഞു പോകുന്നത് മുഴുവൻ നിറവായി തന്ന് നിറയ്ക്കുന്നവനാണ് ദൈവം. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ.